ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19 തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതൊരു ദിവസവുമായി ബന്ധപ്പെട്ട ക്വിസും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നതാണ്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ഹൃത്തിക് പി, പാർത്ഥിവ് സുരേഷ്, അലക്സാണ്ടർ സന്തോഷ്, ആദിത്യൻ ബി, ആദിദേവ് സി ഡി, ദിൽനാഥ് ജെ, തേജ ലക്ഷ്മി, നജ ഫാത്തിമ, തരുൺ, ശ്രുതി സോമൻ, സ്മൃതി, ദേവജിത്ത്, പ്രാർത്ഥന ബി എസ്, ആയിഷ നിയ, സാവിയോ മൈക്കിൾ, റിദ ഫാത്തിമ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്നവർക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? നിങ്ങളിൽ പലർക്കും അറിയാവുന്ന മഹാഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഹാഭാരതം. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്വപ്നവാസവദത്ത രചിച്ചത് ആരാണ്? സ്വപ്നവാസവദത്ത എന്ന കൃതി രചിച്ചത് ആര്? ഇതും വളരെ ഈസിയായ ചോദ്യമാണ്. ഭാസനാണ് സ്വപ്നവാസവദത്ത എന്ന കൃതി രചിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭാസൻ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം. എഴുത്തച്ഛൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം എഴുത്തച്ഛൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച കൃതിയുടെ പേരാണ്. അതായത് ഇതൊരു നോവലാണ്. ഈ നോവലിൻ്റെ പേരാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കരമേനോൻ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭാസ്കരമേനോൻ. ഭാസ്കരമേനോൻ എന്ന കുറ്റാന്വേഷണ നോവൽ രചിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കരമേനോൻ രചിച്ചത് ആരാണ്? അപ്പൻ തമ്പുരാനാണ് ഭാസ്കരമേനോൻ എന്ന കുറ്റാന്വേഷണ നോവൽ രചിച്ചിരിക്കുന്നത്. ഈ നോവലിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കരമേനോൻ. അത് രചിച്ചിരിക്കുന്നത് അപ്പൻ തമ്പുരാനാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്. എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? എം ടി വാസുദേവൻ നായരെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? എം ടിയുടെ രണ്ടാം ഊഴം വളരെയധികം പ്രശസ്തമായ കൃതിയാണ്. അതിനാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സി വി രാമൻ പിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം ഏതാണ്?
വളരെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണത്. സി.വി. രാമൻ പിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം സുഭദ്രയാണ്. അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലാണ് ഇങ്ങനെയൊരു കഥാപാത്രമുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണിത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ തൊട്ട് മുമ്പ് അതിൻ്റെ ഉത്തരം പറഞ്ഞതാണ്. സുഭദ്ര കഥാപാത്രമായ സി.വി. രാമൻ പിള്ളയുടെ കൃതി ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാർത്താണ്ഡവർമ്മ എന്ന സി.വി. രാമൻ പിള്ളയുടെ കൃതിയിലാണ് സുഭദ്ര എന്ന പ്രശസ്തമായ കഥാപാത്രമുള്ളത്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എസ്.കെ. പൊറ്റക്കാടിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച നോവൽ ഏതാണ്? യാത്രകളെ ഇഷ്ടമുള്ളവർക്കും യാത്രകളെപ്പറ്റി വായിക്കുന്ന എല്ലാവർക്കും എസ്.കെ. പൊറ്റക്കാടിനെ അറിയാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഇമ്പോർട്ടൻ്റ് ആയൊരു കൃതിയാണിത്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യവുമാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുളസീദാസിനെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാവും. സംസ്കൃതത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒന്നുകൂടി. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. 13ാമത്തെ ചോദ്യം. പ്രിസൺ ഡയറി ആരുടെ കൃതിയാണ്? പ്രിസൺ ഡയറി എന്ന കൃതി ആരുടേതാണ്? പ്രിസൺ ഡയറി എന്ന കൃതി ജയപ്രകാശ് നാരായണൻ്റേതാണ്. ഉത്തരം ജയപ്രകാശ് നാരായണൻ. 14ാമത്തെ ചോദ്യം ഇതാണ്. കഥകളിയുടെ സാഹിത്യരൂപം എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം ഏതാണ്? കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? നമ്മളിപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കഥകളിയുടെ സ്ക്രിപ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ആട്ടക്കഥയെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കഥകളിയുടെ സാഹിത്യരൂപം. കഥകളിയുടെ സാഹിത്യരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആട്ടക്കഥയാണ്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? പുതുപ്പള്ളി രാഘവൻ്റെ ആത്മകഥയാണ് വിപ്ലവ സ്മരണകൾ. മറക്കരുത്, ഉത്തരം പുതുപ്പള്ളി രാഘവൻ. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ പ്രശസ്തമായ കൃതിയും അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യവുമാണ്. നീർമാതളം പൂത്ത കാലം ആരുടെ സ്മരണകളാണ്? നീർമാതളം പൂത്തകാലം എന്ന കൃതിയെപ്പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ല. അത് മാധവിക്കുട്ടിയുടെ സ്മരണകളാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ്? ഇത് വളരെ പ്രശസ്തമായ വാക്കുകളാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്?
നമ്മൾ ജൂൺ 19 തീയതി വായനാ ദിനമായി ആചരിക്കുന്നതിന് കാരണക്കാരനായ പി.എൻ. പണിക്കരുടെ പ്രശസ്തമായ വാക്കുകളാണിത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പി.എൻ. പണിക്കർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരമറിയുന്നവർ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ പറയുക. കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വയലാർ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? അതായത് വയലാർ പുരസ്കാരം ഏത് വർഷം മുതലാണ് കൊടുക്കാൻ ആരംഭിച്ചത്? നമ്മൾ വയലാർ അവാർഡ് എന്നൊക്കെ പല പ്രാവശ്യം കേട്ടതാണ്. 1977 മുതലാണ് വയലാർ അവാർഡ് നൽകാൻ ആരംഭിച്ചത്. അതായത് ആദ്യത്തെ വയലാർ അവാർഡ് നൽകിയിരിക്കുന്നത് 1977ലാണ്. ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാലുടൻ അടുത്തത് ബോണസ് ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം ഇതാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കൊടുത്ത കൃതി ഏതാണ്? അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കുഞ്ഞു കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ എന്നാണ് ആ കൃതിയുടെ പേര്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 1977ലാണ് ഒരാൾക്ക് ആദ്യമായി വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. അത് ലഭിച്ചത് ആർക്കാണ്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണിവ. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.